ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളൊക്കെ ആഘോഷിച്ചവർ നന്നായിട്ട് ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ലീവ് അതിൻ്റെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആഘോഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലും ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ജനങ്ങൾ ലോകത്തിന് നാനാഭാഗത്തിരിക്കുന്നുണ്ടാവും. അതിപ്പോൾ ഇന്ന മതക്കാരെന്നൊന്നുമില്ല, ഏത് ഫെസ്റ്റിവൽ എന്നൊന്നുമില്ല. ചില ആളുകൾക്ക് ഒരു കാലത്തും ആഗ്രഹിച്ചതിനനുസരിച്ച് ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ചും ഈ ഒരു അവസരത്തിൽ ചിന്തിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്രത്തോളം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ കോപ്പ ഡെൽ റേ സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗിനെ കുറിച്ചിട്ടാണ്. സാന്റിയാഗോ ബെർണബേയിൽ വെച്ച് നടന്ന മത്സരം എക്സ്ട്രാ ടൈം കഴിഞ്ഞപ്പോൾ 4-4 എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചത്. പക്ഷേ ഫസ്റ്റ് ലെഗിൽ സാൻ സെബാസ്റ്റ്യനിൽ റയൽ സോസിഡാഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ എൻട്രിക്കിൻ്റെ ഏക ഗോളിൻ്റെ പിൻബലത്തിൽ 1-0 എന്നുള്ള സ്കോർ ലൈൻ റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തം 5-4 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിൽ റയൽ മാഡ്രിഡ് സോസിഡാഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോപ്പ ഡെൽ റേയുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ ട്രബിൾ സ്വപ്നം ഇപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റയൽ മാഡ്രിഡിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലെങ്കിൽ ഈ സീസണിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. എന്നിട്ടും ട്രബിൾ സ്വപ്നം ഇപ്പോഴും അവർക്ക് മുമ്പോട്ട് വെക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് നേടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ കോപ്പ ഡെൽ റേയുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ അവരുടെ എതിരാളികൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു പക്ഷേ എൽ ക്ലാസിക്കോ ആകാം, അതല്ലെങ്കിൽ മാഡ്രിഡ് ഡാബി ആകാം. എന്തായാലും പൊടി പാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സെവില്ലാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മത്സരത്തിൽ എന്തൊക്കെയാണ് നടന്നത്? 4-4 എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഡ്രമാറ്റിക് ആകും എന്നുള്ളത് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ആ രീതിയിൽ ഡ്രമാറ്റിക് തന്നെയായിരുന്നു. ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ അടങ്ങുന്ന തരത്തിലൊരു മത്സരമായിരുന്നു. മത്സരത്തിന് ശേഷം ഡോൺ കാർലോയോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മത്സരത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ തോൽക്കും അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു എന്നുള്ളത്. അതിന് കാർലോ അൻചെലോട്ടി മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് സാന്റിയാഗോ ബെർണബേയാണ്. ഇവിടെ എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്കോർ ബോർഡിൽ പുറകിൽ നിൽക്കുകയാണെങ്കിലും ഗിവ് അപ്പ് ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമായിട്ട് നമുക്ക് റയൽ മാഡ്രിഡിനെ കുറിച്ച് അനവധി തവണ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. വീണ്ടും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ മത്സരം 80 മിനിറ്റ് ആകുന്ന സിനാരിയോയിൽ ടൂർണമെൻറ്റിൽ നിന്നും കപ്പിൽ നിന്നും പുറത്തു പോകുന്നൊരവസ്ഥയിലായിരുന്നു റയൽ മാഡ്രിഡ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഉടനെ തന്നെ റിയാക്ഷൻ അവർ കാഴ്ചവെക്കുന്നു. അപ്പോൾ എപ്പോഴും റയൽ മാഡ്രിഡ് ഈ വലിയ കോമ്പറ്റീഷനിൽ പ്രത്യേകിച്ച് കാഴ്ചവെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഗോളിന് പുറകിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് അവരങ്ങോട്ട് ഉയർത്തെഴുന്നേൽക്കുക, അപ്പോഴാണ് അവരങ്ങോട്ട് റിയാക്ട് ചെയ്യുക. പലപ്പോഴും ഈ സീസൺ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഗോൾ അടിച്ചാൽ പിന്നെ അവരുടെ ഗെയിം അങ്ങോട്ട് താഴോട്ട് പോവുകയാണ്. പിന്നെ ഒപ്പോസിഷൻ ടീം എങ്ങാനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഗ്രാഫ് ഉയർന്നു വരുന്ന സിനാരിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് റയൽ മാഡ്രിഡിൻ്റെ ഈ സീസണിലെ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും അവർ റിയാക്ഷൻ കാഴ്ചവെക്കുന്നു. പിന്നെ 90 മിനിറ്റിൽ തന്നെ അവർ ജയിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 80 മിനിറ്റ് ആയപ്പോൾ അവർ പുറത്തു പോകുമെന്നുള്ളൊരു സിനാരിയോ ഉണ്ടായിരുന്നു. പിന്നീട് മത്സരത്തിന് ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുമ്പോൾ അവർ 90 മിനിറ്റിൽ തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചുറി ടൈമിൽ വീണ്ടും അവർ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ട്വിസ്റ്റുകളും ടേണുകളും അടങ്ങുന്ന ഒരുപാട് ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടന്നിട്ടുള്ള ഒരു മത്സരമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബെർണബേവിലെ മാജിക്ക് നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഈ മത്സരത്തെ വിലയിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിൻ്റെ ബെഞ്ചിലെ ക്വാളിറ്റി, അക്ഷരാർത്ഥത്തിൽ ഈ മത്സരത്തിലെ ഡിഫറൻസ്. കാരണം ബെഞ്ചിൽ നിന്ന് റയൽ മാഡ്രിഡ് കൊണ്ടുവന്ന പ്ലെയേഴ്സും അതേപോലെ തന്നെ സോസിഡാഡിന് കൊണ്ടുവരാൻ പറ്റിയ പ്ലെയേഴ്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ആ ക്വാളിറ്റിയിലെ ആ ഒരു ഗ്യാപ്പ്, അത് വളരെ വലുതായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് റയൽ മാഡ്രിഡ് ഈ മത്സരം അവരുടെ വരുതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സോസിഡാഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോർച്ചുനേറ്റ് മൊമെൻറ്റ്സ് ഒക്കെ ഈ മത്സരത്തിലുണ്ടായിരുന്നു. ഓൺ ഗോളുകളൊക്കെ അവർക്ക് ലഭിക്കുന്ന സിനാരിയോകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിനി ജൂനിയർക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു ചാലഞ്ചൊക്കെ എങ്ങനെയാണ് കാർഡ് കൊടുക്കാതെ പോയത് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അത് ഫൗൾ പോലും വിളിക്കാത്തൊരു സിനാരിയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഘട്ടത്തിൽ വിനി ജൂനിയർ ആ ഒരു ടച്ച് ലൈൻ്റെ അടുത്ത് അദ്ദേഹം ബോൾ റിസീവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിലേക്ക് 2 പ്ലെയേഴ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹം ആ ഒരു റെയിൻബോ ഫ്ലിക്ക് നടത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിനെ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലെയേഴ്സൊക്കെ വീണ് പോകുന്നു. വിനി ജൂനിയറിന് ബാലൻസ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും അദ്ദേഹം തന്നെ ബോൾ എടുത്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ
മറ്റൊരു താരം വന്നിട്ട് അദ്ദേഹത്തെ എന്താ പറയുക, ഹൈ ഫുട്ടഡ് ചാലഞ്ചാണ്. അവിടെ ബോളുമായിട്ട് ഒരു ബന്ധവും അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ ബോളിലേക്കല്ല അദ്ദേഹം നോക്കുന്നത്. കൃത്യമായിട്ട് വിനി ജൂനിയറിനെ വീഴ്ത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ചങ്ങായി അവിടെ വരുന്നത്. അങ്ങനെ ഫ്ലൈ ചെയ്ത് വരുന്നു, സ്ലൈഡ് ചെയ്ത് വരുന്നു, ഹൈ ഫുട്ട് ചാലഞ്ച് നടത്തുന്നു, ഫൗൾ. പക്ഷെ അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ്. അതിന് ആ ഒരു സംഭവം നടന്നപ്പോൾ നമ്മുടെ കാലോഞ്ചിലോട്ട് യൂഷ്വലി കാമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ചങ്ങായുടെ കാമം തേങ്ങയൊക്കെ ആ സമയത്ത് അങ്ങോട്ട് പോയി, ആളുടെ കിളി പോയി ഒബ്വിയസ്ലി. കാരണം അത് ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാസ്റ്റി ആയിട്ടുള്ള ഇഞ്ചുറി പറ്റാവുന്ന തരത്തിലുള്ളൊരു ചാലഞ്ചാണ്. അതേപോലെ തന്നെ വേറൊരു മൊമെൻറ്റിൽ വിനി ജൂനിയർ ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. റയലിൻ്റെ ഏരിയയിൽ നിന്നാണ് അവരുടെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ബോളുമായിട്ട് അങ്ങോട്ട് പാഞ്ഞു പോവുകയാണ് ലെഫ്റ്റ് വിങ്ങിലൂടെ. എന്നിട്ട് ആ സോസിറാഡിൻ്റെ ബോക്സിൻ്റെ പുറത്ത് എത്തിയിട്ടുള്ള സീനല്ല, അദ്ദേഹത്തെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട് സൈഡ് ദ ബോക്സിൽ ഫൗൾ ചെയ്യുന്നത്, ഫൗൾ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അഗെയിൻ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് നമുക്കറിയാം വിനി ജൂനിയറിൻ്റെ ചില സാഹചര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷനെക്കുറിച്ചും അദ്ദേഹം പ്രൊവോക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ പലപ്പോഴും അദ്ദേഹത്തെ റെഫറിമാർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാദം കൂടി ഉന്നയിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആ ഒരു ചാലഞ്ചൊക്കെ എങ്ങനെയാണ് റെഡ് കാർഡ് കൊടുക്കാതിരുന്നത് എന്നുള്ളത് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ വിനി ജൂനിയറിനെ സംബന്ധിച്ചോളം ഈ മത്സരത്തിൽ സാന്റിയാഗോ ബെർണബേയിലെ ചില ആരാധകർ അദ്ദേഹത്തെ ബൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ്. നമുക്കത് ട്വിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ അതൊരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കണം. കാരണം ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് വരുന്നതാണ്. അല്ലാതെ അത് വിനി ജൂനിയർക്കെതിരെ പിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബൂ ചെയ്യുന്നൊരു സംഭവമല്ല. മൊത്തത്തിലുള്ള മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ പ്രകടനം കണ്ടിട്ട് സ്വാഭാവികമായിട്ടും വരുന്നൊരു റിയാക്ഷൻ മാത്രമായിരിക്കണം. അത്രയാണ് ഞാനതിനെ കരുതുന്നുള്ളൂ. അപ്പോൾ വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ടാലൻറ്റ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ചില മൊമെൻറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കാഴ്ചവെച്ചിട്ടുണ്ട്. മത്സരത്തിൽ 2 കിടിലൻ അസിസ്റ്റുകൾ ചങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 അസിസ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസിസ്റ്റുകളാണ്. അതും ബ്യൂട്ടിഫുൾ, ഗോർജിയസ്, ഫാന്റാസ്റ്റിക് അസിസ്റ്റുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗ്രേറ്റ് അസിസ്റ്റുകളാണ്. അപ്പോൾ ആ രീതിയിൽ വിനി ജൂനിയർ തൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വീണ്ടും കാഴ്ചവെച്ചിരിക്കുകയാണ്. ചില സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷൂട്ടിങ്ങിലൊന്നും ആക്രസിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ വിനി മൊമെൻറ്റ്സിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ആ മൊമെൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലാണ് ഈ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി എന്താണ്, എൻട്രിക്കാണ് എംബാപ്പയ്ക്ക് പകരം സ്റ്റാർട്ട് ചെയ്തത്. എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം കോപ്പ ഡെൽ റേയിൽ ഇപ്പോൾ 5 ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിന് ഗോൾ അടിച്ചിരിക്കുകയാണ്, 5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്പൈൻ എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ തിബോ കോർട്ടോയി മത്സരത്തിലുണ്ടായിരുന്നില്ല, ലുനിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആന്റോണി റൂഡിഗർ ഉണ്ടായിരുന്നില്ല, ടോണി റൂഡിഗർ, ഒപ്പം കിലിയൻ എംബാപ്പെ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സ്പൈനിൻ്റെ ഒരു മെയിൻ ഭാഗം ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാസ്കസ് തന്നെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് കമവിംഗിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രാങ്ക് ഗാർസിയ ബെഞ്ചിലുണ്ടായിരുന്നു. അസൻസിയോയും അലാബിയും സ്റ്റാർട്ട് ചെയ്യുന്നു. അലാബയുടെ 4th സ്റ്റാർട്ട് മാത്രമാണ്. 13 മാസങ്ങളാണ് അദ്ദേഹം ഇഞ്ചുറി മൂലം പുറത്തിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബെസ്റ്റിലേക്കൊക്കെ വരണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ ബെസ്റ്റിലേക്ക് വന്നില്ല എന്നും പിന്നെ അതിനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം 32 വയസ്സായി, അത്രയും വലിയൊരു നാസ്റ്റ് ഇഞ്ചുറിക്ക് ശേഷം ഇനി ചിലപ്പോൾ പഴയ അലാബയെ പോലെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ലായിരിക്കാം. ഈ മത്സരത്തിൽ എന്തായാലും അദ്ദേഹത്തിന് പഴയ അലാബയെ പോലെ കളിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പ്രശ്നമായിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ മിഡ്ഫീൽഡിൽ ചോമേനിയും ഫെഡയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂഷ്വൽ സസ്പെക്റ്റുകൾ ഫ്രണ്ട് 4ൽ കളിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ റയൽ സോസിഡാഡ് മോശമില്ലാത്ത രീതിയിൽ തുടങ്ങുന്നു. അവരുടെ ഇമാനുവൽ അൽഗോസിലിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്നൊക്കെ ഒരു യൂണിറ്റ് ആണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. അവർ ഒരു ടീമായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. പിന്നെ ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന തരത്തിലൊരു യൂണിറ്റാണ്. പക്ഷേ അവർ സിവിയർലി പിന്നെ ക്രിയേറ്റിവിറ്റി ലാക്ക് ചെയ്യുന്ന ഒരു സൈഡാണെന്നുള്ള കാര്യം നോക്കണം. ഒപ്പം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഗോളുകൾ കണ്ടെത്തുന്നതിൽ കാര്യമായിട്ട് ബുദ്ധിമുട്ട് ഈ സീസണിൽ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവരിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഗോളുകൾ കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ് ഞാൻ പറയാം. 29 ലാലിഗ മത്സരങ്ങളിൽ നിന്ന് വെറും 27 ഗോളുകൾ മാത്രമേ അവർ ലാലിഗയിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ അവരെക്കാൾ കുറവ് ഗോളുകൾ ലാലിഗയിൽ അടിച്ചിട്ടുള്ളത് ആകെ 2 സൈഡുകളാണ്. ഒന്ന് ഗെറ്റാഫെ ഭയങ്കരമായിട്ട് ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡാണ് നമുക്കറിയാം. മറ്റൊന്ന് വയഡോയിഡാണ്. വയഡോയുടെ അവസാനത്താണ് ഇരിക്കുന്നത് ലാലിഗയുടെ ടേബിൾ 20ാം സ്ഥാനത്ത്. അപ്പോൾ ഇവർ 2 പേരും മാത്രമേ സോസിഡാഡിനേക്കാൾ കുറവ് ഗോളുകൾ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ സോസിഡാഡ്, ലാ റയൽ എന്ന് വിളിക്കുന്ന റയൽ സോസിഡാഡ് അൽഗോസിലിൻ്റെ സൈഡ് സാന്റിയാഗോ ബെർണബേയിലേക്ക് വന്നിട്ട് 90 മിനിറ്റിൽ 4 ഗോളുകൾ റയൽ മാഡ്രിഡിനെതിരെ അടിച്ചിട്ടുണ്ട്. അതൊരു കൺസേണിങ് ആയിട്ടുള്ള സംഭവമാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം. അത് അടിവരയിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ്. അതൊരു കൺസേൺ ആണ്. കാരണം ഇപ്പോൾ ചോമേനിയൊക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ഫൈനലിലേക്ക് എത്തി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഈ രീതിയിൽ കളിച്ചാൽ പോരാ, പെർഫോമൻസ് മോശമായിരുന്നു. അതൊരു
എന്താ പറയുക, സെൽഫായിട്ട് ആ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം റയലിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസീവ്ലി അവർ വളരെ മോശമായിരുന്നു. നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങൾ വരുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ആഴ്സണലിനെതിരെയാണ് അവർ നേരിടാൻ പോകുന്നത് അല്ലേ. ആഴ്സണലാണെങ്കിൽ ഇപ്പോൾ ബുക്കായോ സാക്ക തിരിച്ചു വന്ന മത്സരത്തിൽ നിന്ന് ചങ്ങായി ഗോൾ അടിക്കുന്നു. ഫുള്ളമിനെതിരെ ലണ്ടൻ ഡാവിയിൽ 2-1 എന്നുള്ള സ്കോറിൽ എമിറേറ്റ്സിൽ വിജയിച്ചിട്ടുണ്ട് ആഴ്സണൽ. മാത്രമല്ല ആഴ്സണലിലെ ഒരു മെയിൻ വജ്രായുധം എന്താണ്? സെറ്റ് പീസുകൾ അല്ലേ. അതേ സെറ്റ് പീസുകളിൽ വൾണറബിലിറ്റി നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കൺസേൺ ആണ്. അവർ കോർണറുകളിൽ നിന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സോസിഡാഡിനെതിരെ 2 കിടിലൻ ഗോളുകൾ കോർണറിൽ അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെറ്റ് പീസുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നത് ഈ സീസണിലെ പല റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങളുടെ റിവ്യൂ ഞാൻ പറയുമ്പോഴും റയൽ മാഡ്രിഡിൻ്റെ കൺസേണുകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ കൺസേണുകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? അല്ലാതെ ഇപ്പോൾ ഓക്കെ ഒരു കളി ജയിച്ചു എന്ന് വെച്ചിട്ട് ആ കളിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയൊക്കെ മറച്ചു വെച്ചിട്ട് വേണോ സംസാരിക്കാൻ? അങ്ങനെ സംസാരിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഡോമിനേറ്റ് ചെയ്തിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ മത്സരത്തെ ഞാൻ വിലയിരുത്തും. പക്ഷേ എന്താണ്, ഈ രീതിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ജയം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. പക്ഷേ ആ ജയത്തിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പല റയൽ മാഡ്രിഡ് മത്സരങ്ങളും ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ അത് എന്താണ് അത്ര കണ്ട് കൺവിൻസിങ് ആയിട്ടൊരു വിജയമല്ലാത്തതുകൊണ്ട് അതിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ചില കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ റിവ്യൂകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊരു കൺസേണിങ് ആയിട്ടുള്ള സംഭവമാണ്. ബാഡ് ഡിഫെൻഡിങ് ആണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പിന്നെ വാസ്കസ് ആണ് റൈറ്റ് ബാക്ക് ആയിട്ട് അഗെയിൻ കളിക്കുന്നത്. അഗെയിൻ ആ ഒരു ഏരിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ റേറ്റിംഗ് ഒക്കെ ചില പിന്നെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാസ്കസിന് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ കൃത്യമായിട്ടും ആ ഒരു ഏരിയയിൽ പ്രശ്നമുണ്ട് നമുക്ക് അറിയുന്നതാണ് അല്ലേ. പിന്നീട് ഫെഡെ വാൽവെർദെ റൈറ്റ് ബാക്കായിട്ട് മാറ്റേണ്ട സിനാരിയോ ഈ മത്സരത്തിൽ തന്നെ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ റൈറ്റ് ബാക്ക് ഒരു പ്രശ്നമാണ്. അലാബ വളരെ റസ്റ്റി ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഗോളിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സെറ്റ് പീസ് ഒരു പ്രശ്നമാണ്. ഇനി ഇതോടൊപ്പം തന്നെ കേവലം ഒരു ഡിഫെൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡിഫെൻസീവ് യൂണിറ്റിന് മാത്രം പ്രശ്നമല്ല, അറ്റാക്കിൽ യാതൊരു തരത്തിലുള്ള പ്രസ്സിങ്ങോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മാത്രമല്ല വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇവർ ട്രാക്ക് ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വിനി ജൂനിയർ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിലൊരു ട്രാക്ക് ബാക്ക് നടത്തിയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിൽ കൂബോ റൈറ്റ് സൈഡിൽ നിന്ന് കട്ടിൻ സൈഡിൽ വരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ട് വിനി ജൂനിയർ ആ ഒരു ബോക്സിൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പെനാൽറ്റി ഷോട്ട് കൂബോയുടെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു നല്ലൊരു ചാലഞ്ചാണ് അവിടെ വിനി ജൂനിയർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം അവിടെ അപ്പോൾ ഡിഫൻസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാത്ത സിനാരികളുണ്ട്. അതായത് എന്താണ്, പ്രസ് ചെയ്യുന്നില്ല. ഒന്നാമത് പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രസ് ചെയ്യുന്നില്ല റയൽ മാഡ്രിഡ്. ഒപ്പം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ഇവർ ട്രാക്ക് ബാക്ക് ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സ്. റോഡ്രിഗോ ഒക്കെ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ട്രാക്ക് ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നല്ല രീതിയിലുള്ള വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജൂഡ് ബെല്ലിംഗാം, ഞാൻ എന്താ ഈ ചെങ്ങനെ കുറിച്ച് പറയേണ്ടത്? നിങ്ങളുടെ ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു ചെങ്ങായി ആ ഒരു കുപ്പായത്തിൽ കളിക്കുന്നത് എന്നുള്ളത്. ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. കാരണം ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെ കാണുന്നതും. കാരണം റയൽ മാഡ്രിഡിൻ്റെ കുപ്പായം ധരിക്കുന്നത് എന്തോ വലിയ കാര്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് ജൂഡ് ബെല്ലിംഗാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ചില പ്ലെയേഴ്സിനൊക്കെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാതെ അവർ ഗ്രൗണ്ടിൽ എന്തൊക്കെയോ കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഈ ചെങ്ങായി കൃത്യമായിട്ട് അറിയാം എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത്. ആ രീതിയിൽ കുറേ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഫെഡയൊക്കെ ആ ഷർട്ടിന് വേണ്ടിയിട്ട് മരിക്കാൻ റെഡിയാണ്, നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ജൂഡ്. ഇന്നലെ ചെങ്ങായി കവർ ചെയ്തിട്ടുള്ള ഗ്രൗണ്ട്, ആ സാന്റിയാഗോ ബെർണബേയിലെ ഓരോ പുൽനാമ്പും ചെങ്ങായി കവർ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഓരോ പുൽനാമ്പും ചെങ്ങായി കവർ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഒരെണ്ണം പോലും വിട്ടിട്ടുണ്ടാവില്ല. കംപ്ലീറ്റ് ഗ്രൗണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എ ഫുട്ബോളർ മാൻ. അതായത് നമുക്കിങ്ങനെ അദ്ദേഹത്തെ കാണുമ്പോൾ ഇപ്പം തീരും എന്നുള്ള രീതിയിലാണ്. അതായത് ആളുടെ എനർജി കംപ്ലീറ്റ്ലി ഇപ്പം തീരും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ പിന്നെ ഒരു ബേസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം വെച്ചാൽ ഇത് ഗിവപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ ഒരു കളിയാണ്, ഈ എൻ്റെ ക്ലബ്ബാണ്, എല്ലാം കൊടുക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് പ്രോസസ് ചെയ്യുന്നത്. വാട്ട് എ ഫുട്ബോളർ മാൻ. ഗോൾ അടിക്കുന്നു, അൺലിമിറ്റഡ് പിന്നെ റണ്ണുകൾ അപ്പ് ആൻഡ് ഡൗൺ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പാസിങ് ഫാന്റാസ്റ്റിക് ആണ്. വാട്ട് എ ഫുട്ബോളർ മാൻ. ജൂഡ് ബെല്ലിംഗാം ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ്, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഫെഡെ മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളിക്കുന്നു, റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ പറഞ്ഞാൽ അവിടെ കളിക്കുന്നു.
എത്ര വേണമെങ്കിലും എഫേർട്ട് ഇട്ടോളും, ഒരു പ്രശ്നവുമില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇഞ്ചുറി പറ്റിയോ എന്നുള്ളൊരു സ്കെയർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ ഏരിയൽ ഡ്യൂലിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാൻഡിങ്ങിൽ പ്രശ്നം പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാല് പിടിച്ച് കുറച്ച് നേരം കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഡിലേ ഒക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഗെയിമിൽ. ഫസ്റ്റ് ഹാഫിലും കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോസിലാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അഗേർത്തിനൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി മൂലം. അപ്പോൾ ആ രീതിയിൽ ഫെഡയൊക്കെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും വാസ്കസിൻ്റെ ആ രീതിയിൽ ഫെഡ കളിക്കണം റൈറ്റ് ബാക്കായിട്ട്, അല്ലെങ്കിൽ പണി പാൽവെള്ളത്തിൽ കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബിഗ് ടീമുകൾക്കെതിരെ. അപ്പോൾ അവിടെ അത് ഇത്തിരി ഒന്ന് റയൽ മാഡ്രിഡ് ആരാധകരുടെ മനസ്സിലൂടെ നല്ലൊരു ഭയം കടന്നു പോയിട്ടുണ്ടാവുന്നതാണ്. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല, ഫെഡ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ആ ബാഡ്ജിന് വേണ്ടി ജൂഡും ഫെഡയും ഒക്കെ കൊടുക്കുന്ന ആ ഒരു വർക്ക് റേറ്റ് അതൊരു രക്ഷയില്ലാ സംഭവമാണ്. അങ്ങനെ വേറെയും പ്ലേയേഴ്സിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്താണ് ഈ പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്തിട്ട്, അതായത് ആ സ്പൈനിലുള്ള കുറച്ച് പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ തുടക്കം അത്ര നല്ല രീതിയിലായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആദ്യത്തെ ഗോൾ സോസിഡാഡ് അടിക്കുന്നത് വെച്ചാൽ അതിലുള്ള ഡിഫെൻസീവ് പ്രശ്നങ്ങൾ, അതായത് കാര്യമായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു പ്രസ്സും ഇല്ല. അപ്പോൾ നമ്മുടെ അസെൻസിയോ ഡിഫെൻസിൽ നിന്ന് ഈ ഒയാർസബാലിൻ്റെ കൂടെ അങ്ങോട്ട് ജമ്പ് ചെയ്ത് വന്നു, എവിടെ ഹാഫ് ലൈൻ വരേക്കും അങ്ങോട്ട് ജമ്പ് ചെയ്ത് വന്നു. അപ്പോൾ അവിടെ പിന്നെ ആ ബോൾ ആ ഒരു ഹാഫ് ലൈൻ എടുത്ത് ഈ സോസിലാൻഡ് പ്ലെയറിലേക്ക് എത്തിയപ്പോൾ സോസിലാൻഡ് പ്ലെയർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ഒന്ന് ലോഫ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ഹെഡർ വിൻ ചെയ്യണം. അപ്പോൾ ഈ വാസ്കസിൻ്റെ പൊസിഷനിങ് ആകെ അബദ്ധമായി പോയി. ഒന്നാമത് അസെൻസിയോ മുമ്പോട്ടേക്ക് കയറിപ്പോയി. അപ്പോൾ വാസ്കസിൻ്റെ അല്ലെങ്കിൽ പിന്നെ പൊസിഷൻ ഇല്ല ചങ്ങായിക്ക്. അപ്പോൾ ഇവിടെ ഈ ബരനക്ഷ എന്ന് പറയുന്ന ആ പ്ലെയറിലേക്ക് ആ ബോൾ എത്തിയപ്പോൾ ഹെഡർ അദ്ദേഹത്തിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ബോക്സിലേക്ക് പിന്നെ അങ്ങോട്ട് കയറി പോവുകയാണ്. പൊസിഷനിങ് പ്രശ്നമാണ് വാസ്കസിനെ നമ്മൾ പറഞ്ഞു. ലെഫ്റ്റിലൂടെ ബോക്സിലേക്ക് കയറി പോകുന്നു. ലുനിൻ്റെ നടയിലൂടെയാണ് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നത്. ലുനിനെ സംബന്ധിച്ചോളം വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും അവിടെ. മാത്രമല്ല ഈ മത്സരത്തിൽ ഇത്തിരി ഷേക്കി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ലുനിൻ്റെ ഗെയിമിൽ. ഒരു കിടിലൻ സേവൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഷേക്കി ആയിരുന്നു ലുനിൻ, പ്രത്യേകിച്ച് സെറ്റ് പീസുകളിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു. ആദ്യം ഗോൾ അടിക്കുന്നത് സോസിഡാഡാണ്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗോൾ ഓപ്പോസിറ്റ് ടീം അടിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് റിയാക്ട് ചെയ്യും. ആ രീതിയിൽ അവരുടെ റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടായിരുന്നു. പക്ഷേ 1-2 അറ്റംപ്റ്റുകളൊക്കെ റയൽ മാഡ്രിഡ് നടത്തി. ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒരു ഷോട്ട് ബോക്സിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഷോട്ട് ഡ്രാഗ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവിടെ വാസ്കസ് അതിലേക്ക് ബോൾ കൊടുത്തപ്പോൾ അതിന് ഫസ്റ്റ് ടച്ച് ഉണ്ടായിരുന്നു. ആബ്സല്യൂട്ട് ഗോൾഡാണ്, ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ടച്ച്. എന്നിട്ടാണ് അദ്ദേഹം ഡ്രാഗ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിനി ജൂനിയർ ഡ്രിബിൾ ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ ഡ്രിബിൾ ചെയ്ത് വരുന്നു. അദ്ദേഹം പൊസിഷൻ നഷ്ടപ്പെടുന്നു. പക്ഷേ വീണ്ടും അവിടെ തന്നെ അദ്ദേഹം തന്നെ പൊസിഷൻ വിൻ ചെയ്തിട്ട് അത് കമോയിങ്ക കൊടുക്കുന്നു. കമോയിങ്ക നല്ല രീതിയിൽ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് ഹാഫിൽ നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു വിങ്ങിലൂടെ വിനി ജൂനിയർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കമോയിങ്ക പിന്നെ റോഡ്രിഗോയെ പിക്ക് ചെയ്യുന്നു. റോഡ്രിഗോയുടെ അറ്റംപ്റ്റ് അഗെയിൻ അദ്ദേഹം ഡ്രാഗ് ചെയ്ത് കളയുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ റയൽ മാഡ്രിഡ് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 30ാം മിനിറ്റിൽ എങ്ങനെയാണ് റയൽ മാഡ്രിഡ് ഈക്വലൈസർ അടിക്കുന്നത് വെച്ചാൽ, അപ്പോൾ അതിൽ കുറച്ച് നേരം പൊസിഷൻ ഇങ്ങനെ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യുകയാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ അതിൽ വിനി ജൂനിയർ ലെഫ്റ്റിൽ നിന്ന് നന്നായിട്ട് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് റയലിൻ്റെ ഹാഫിലേക്ക്. സോസിഡാഡ് പിന്നെ ഹൈലൈൻ കീപ്പ് ചെയ്യുന്ന ഒരു സൈഡാണ്. അപ്പോൾ വിനി ജൂനിയർ അവിടെ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം അദ്ദേഹം ബോൾ റിസീവ് ചെയ്തപ്പോൾ ഡിഫൻസിൽ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ, ബോൾ റിസീവ് ചെയ്തപ്പോൾ തന്നെ എൻട്രിക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണ് ബോൾ വേണ്ടതെന്നുള്ളത്. പിന്നെ വിനി ജൂനിയർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രിവേല പാസ് ഉണ്ട്, ത്രൂ ബോൾ ഉണ്ട്, വേൾഡ് ക്ലാസ് സാധനമാണത്, വേൾഡ് ക്ലാസ് സാധനം. അതിലേക്ക് എൻട്രിക്ക് ഓടുന്നു. അപ്പോൾ പറഞ്ഞല്ലോ ഈ ഹൈലൈനെ അവിടെ ബ്രീച്ച് ചെയ്തു, നല്ല റണ്ണാണ് എൻട്രിക്ക് നടത്തിയിട്ടുള്ളത്. എൻട്രിക്ക് ബോക്സിലേക്ക് എത്തിയപ്പോൾ കീപ്പർ കയറി വരുന്നുണ്ട്, എക്സ്പീരിയൻസ് ആയുള്ള കീപ്പറാണ്. അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ ചിപ്പ് ചെയ്തിട്ട് ഐസ് കോൾഡ് ഫിനിഷ് പുറത്തെടുക്കാൻ എൻട്രിക്കിന് സാധിച്ചിരിക്കുകയാണ്. വാട്ട് എ ഫിനിഷ് മാൻ! ഓ, അമ്മാതിരി കമ്പോഷർ, അമ്മാതിരി ആ ഒരു ഡിങ്ക് ഫിനിഷ്, ആ ഒരു ചിപ്പ് സാധനം അവിടെ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അതൊരു രക്ഷയില്ലാ സംഭവമാണ്. അപ്പോൾ ഈ ചെക്കനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒട്ടും ഭയവും ഇല്ല എന്നുള്ളതാണ്. ബ്രേവ് ആയിട്ടുള്ളൊരു ചങ്ങായിയാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ട് അത്ര പിന്നെ ബ്രേവ് അല്ല എന്ന് കണ്ടിട്ടാണ് ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി റൂഡിഗറിനെ കൊണ്ടുവന്നത് കാർലോ അൻചെലോട്ടി. പക്ഷേ സ്റ്റിൽ ഒരു പേടിയില്ലാത്ത കളിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നത്. അതായത് മിസ്റ്റേക്ക് വരുത്താനും പേടിയില്ല. യങ് ഫുട്ബോളറാണ്, മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ചില ടച്ചസ് ഒക്കെ ഹെവി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ. അപ്പോൾ ഇനഫ് ഗെയിം ടൈം കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായ റയൽ മാഡ്രിഡിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന മിനിറ്റ്സുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കോപ്പ ഡെൽ റേയിൽ എന്തായാലും ചങ്ങായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 ഗോളുകൾ അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോപ്പ ഡെൽ റേയിൽ ചങ്ങായി എന്തായാലും ഈ സീസണിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് അടിവരായിട്ട് പറയാൻ പറ്റും. ലാലിഗയിലും മറ്റ് കോമ്പറ്റീഷനിലും അതിന് വിചാരിച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊക്കില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗെയിം ടൈമോ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ അതിന് സ്റ്റാർട്ട് കൊടുക്കുന്നു, ആ ഒരു ഡിങ് ഫിനിഷ് അതിന് ഫുൾ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അതും ഇപ്പോഴൊരു പോളിഷ്ഡ് അല്ലെങ്കിൽ ഒരു ഫിനിഷ് ആർട്ടുകളല്ല, ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ശരിക്കും വിചാരിച്ച രീതിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവമല്ല.
പക്ഷെ എന്തായാലും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. ആ പൊട്ടൻഷ്യൽ തന്നെയാണ് റയൽ മാഡ്രിഡ് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിനി ജൂനിയറും വരുമ്പോൾ അത്ര ഗെയിം ടൈമോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണല്ലോ അദ്ദേഹം ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ രീതിയിലുള്ള ക്ഷമ ഇദ്ദേഹത്തിന് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. എന്തായാലും അവിടെ ഒരു സ്റ്റാൻഡിങ് ഫിനിഷ് അദ്ദേഹം ഫുൾ ഓഫ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കും. മറ്റൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഡ്രാഗ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എറാറ്റിക്കാണ്. ഒപ്പം എന്താണ് എവിടേക്കോ പിന്നെ ആ ഒരു സ്പാർക്ക് ഓഫ് ബ്രില്യൻസ് നമുക്ക് ഈ എൻട്രിക്കിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 1-1 എന്നുള്ള നിലയിലേക്ക് മത്സരം മാറുന്നു. 2-1 എന്നുള്ള നിലയിലേക്ക് അഗ്രിഗേറ്റ് സ്കോർ മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വാസ്കസിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ജൂഡിൻ്റെ ത്രൂ ബോൾ, ഹാഫ് ലൈൻ അടുത്തുള്ള ത്രൂ ബോൾ വാസ് ഫെൻറ്റാസ്റ്റിക്, ഫെനോമിനൽ ത്രൂ ബോളാണ്. പക്ഷേ വാസ്കസ് വീണ് പോയി ബോൾ ബോക്സിൽ. കാരണം ആദ്യം റൺ നടത്തിയിട്ടല്ലേ വരുന്നത് വാസ്കസൊക്കെ. പിന്നെ ഏകദേശം 41ാമത്തെ മിനിറ്റിൽ കമവിംഗ ഈ സോസിഡാഡ് ബിൽഡ് ചെയ്യുമ്പോൾ ജമ്പ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നു ഹാഫിൻ്റെ അടുത്ത്. എന്നിട്ട് പുള്ളിക്കാരൻ ഡ്രിബിൾ ചെയ്ത് പോവാണ്, ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രിബിൾ ചെയ്ത് പോവാണ്, പ്ലെയറിനൊക്കെ മറികടന്ന് പോകുന്നു. എന്നതിന് ശേഷം ആൾ വിനിക്കാണ് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അത് ഡിഫെൻഡ് ചെയ്യുന്നു, അത് എൻട്രിക്കിലേക്ക് എത്തുന്നു. അതാണ് എൻട്രിക്കിൻ്റെ ആ ഒരു പിന്നെ പുറത്തേക്ക് പോയിട്ടുള്ള ഷോട്ട് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ല, ആ ഷോട്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ 3 മിനിറ്റ് എങ്ങാനും ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സോസിഡാഡ് സംബന്ധിച്ചോളം ലെഫ്റ്റിൽ നിന്ന് ഒരു ക്രോസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്രോസ് പിന്നെ ഒയർസവാലൊക്കെ ബോക്സിലുണ്ട്, അദ്ദേഹത്തിനൊന്നും ടച്ചൊന്നും ക്ലീനായിട്ട് എടുക്കാൻ സാധിച്ചില്ല, അത് അങ്ങനെ അങ്ങോട്ട് പോയി. അതേപോലെ തന്നെ ഈ കൂബോ കട്ടിൻ സൈഡ് വന്നിട്ടുള്ള സംഭവം ആ ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡ് തന്നെയാണ് പൊസഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. 57% പൊസഷൻ. 10 അറ്റംപ്റ്റുകൾ റയൽ നടത്തിയപ്പോൾ വെറും 2 അറ്റംപ്റ്റുകൾ മാത്രമേ സോസിഡാഡ് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരെണ്ണം ടാർഗറ്റിൽ അടിക്കുന്നത് ഗോളുമായിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചോളം അവർക്ക് അങ്ങോട്ട് കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോസിഡാഡിന്. അങ്ങനെ സെക്കൻഡ് ഹാഫ് കൊടുക്കുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു പെനാൽറ്റി ഷൗട്ട് നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് കാണുകയാണ്. കോർണർ നിന്ന് എപ്പോഴും അവർ ത്രെട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. കോർണർ ബോക്സിലേക്ക് വരുന്നു, അത് റയൽ സോസിഡാഡിൻ്റെ പ്ലെയർ തന്നെ ഹെഡ് ചെയ്യുന്നു. അത് പിന്നെ ജൂഡ് ബെല്ലിംഗാം അവിടെ ഒരു ഗോൾ കീപ്പർക്ക് അടുത്തുണ്ട്, അത് ഹെഡ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കീപ്പർ വന്ന് അടിക്കുന്നൊരു സിനാരിയോ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് പിന്നെ ക്ലീനായിട്ട് ഹെഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കീപ്പർ പിന്നെ ബോൾ ക്ലിയർ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ കിട്ടിയത് ജൂഡിൻ്റെ മോന്തകയാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു പെനാൽറ്റി ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ മൊമെൻറ്റ് കഴിയുന്നു. പിന്നെ 61ാം മിനിറ്റിൽ അഗെയിൻ ജൂഡ് ബെല്ലിംഗാം ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊരു അറ്റംപ്റ്റ് നടന്നു. ഞാൻ പറഞ്ഞല്ലോ, ജൂഡ് ശ്രമിക്കുകയാണ്. വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡാണ് ചങ്ങാട്. ഒരു ഭയങ്കര പേഴ്സണാലിറ്റി ഉണ്ട് അല്ലേ, ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള ഫുട്ബോളാണ് ജൂഡ് ബെല്ലിംഗാം. പിന്നെ 66ാമത്തെ മിനിറ്റിൽ എംബാപ്പയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, എൻട്രിക്കിനെ മാറ്റുന്നു. പിന്നെ നമ്മൾ കോർണർ നിന്നുള്ള റയൽ മാഡ്രിഡിൻ്റെ മോശം ഡിഫെൻഡിങ്, ആ ഗോൾ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ ലുനിൻ്റെ ബ്യൂട്ടിഫുൾ സേവ് നമുക്ക് കാണാൻ സാധിച്ചു. അസെൻസിയോ അപ്പോൾ തന്നെ വാസ്കസ് ഒക്കെ ഉണ്ട് സൂവിമെൻറ്റിൻ്റെ അടുത്ത്, എന്നിട്ടും സൂവിമെൻറ്റിക്ക് ആ ഷോട്ട് അവിടെ അൺലീഷ് ചെയ്യാൻ സാധിച്ചു. അതവിടെ ലുനിൻ സേവ് ചെയ്യുന്നു. അതിൻ്റെ റീബൗണ്ട് ഒയർസബാൽ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ അദ്ദേഹം അത് പുറത്തേക്ക് അടിച്ച് കളയുന്ന ഒരു സിനാരിയോകളുണ്ട്. അതൊരു വല്ലാത്തൊരു ചാൻസ് ആയിരുന്നു സോസിഡാഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ 72ാമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് സോസിഡാഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് വെച്ചാൽ, അതിൽ ഈ സെക്കൻഡ് ഹാഫിലൊക്കെ കൂബോ ശരിക്കും കമവിംഗിനെ ഇടങ്ങറാക്കി. ഡിഫെൻസീവ്ലി കമവിംഗ ഇടങ്ങറാകുന്നതാണ് നമുക്ക് ആ ലെഫ്റ്റ് ബാക്ക് റോള് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചായിരുന്നു. അപ്പോൾ കൂബോ അദ്ദേഹത്തെ മറികടന്ന് പോകുന്നു, ആ ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ഒരു ലോ ക്രോസ് കൊടുക്കുന്നു, കട്ട് ബാക്ക് കൊടുക്കുന്നു, അത് ഡിഫെൻഡ് ചെയ്തു റയൽ മാഡ്രിഡ്. പക്ഷേ അഗെയിൻ അത് പാബ്ലോ മാരിൻ എന്ന് പറയുന്ന പ്ലെയറിലേക്കാണ് വന്നത്. പാബ്ലോ മാരിൻ അഗെയിൻ കമവിംഗയെ അവിടെ മറികടന്ന് പോകുന്നു, ബൈലിൻ്റെ അടുത്തതിന് ശേഷം അവിടെ നിന്ന് ലോ ക്രോസ് കൊടുത്താണ്. അത് നമ്മുടെ അലാബയുടെ കാലിൽ തട്ടിയിട്ട് വലയേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓൺ ഗോൾ, അലാബയുടെ ഓൺ ഗോളാണത്. അവിടെ അൺഫോർച്ചുനേറ്റ് മൊമെൻ്റാണ് അലാബയെ സംബന്ധിച്ചോളം. പക്ഷേ അഗെയിൻ ഡിഫെൻഡിങ്ങിലുള്ള റയൽ മാഡ്രിഡിൻ്റെ പ്രശ്നം അവിടെ കമവിംഗയ്ക്ക് ഈസിലി ബീറ്റനാകുന്ന അവസ്ഥ നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ അഗെയിൻ സോസിഡാഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു, 2-1 എന്നുള്ള നിലയിലേക്ക് വരുന്നു. അഗ്രിഗേറ്റ് സ്കോർ 2-2. ഇതാണ് സ്ഥിതി ഉണ്ടായിരുന്നത്. പിന്നെ ലുനിൻ്റെ ഒക്കെ കോൺസെൻട്രേഷനുള്ള പ്രശ്നം, വളരെ ചീപ്പായിട്ടുള്ള കോർണർ ചങ്ങായി കൺസീഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ആരുമില്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ ബോൾ ബാക്കിലേക്ക് പാസ് അദ്ദേഹത്തിൽ കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ പാസ് കൊടുത്തതാണോ അതോ സോസിഡാഡ് പ്ലെയർ അടിച്ചാണോ, എന്തായാലും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ലുനിന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ കോൺസെൻട്രേഷൻ ലെവൽ ഇല്ലാത്തതാണ് കാണുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടിയിട്ട് അത് കോർണറിലേക്ക് പോയിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാണ് അത് കോർണറിലേക്ക് പോകുന്നു. അങ്ങനെ ചീപ്പ് കോർണർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുക്കിറ്റ വാസ്കസിന് പകരമായിട്ട് വരുന്ന നമുക്ക് കാണാൻ സാധിച്ചു. ലുക്കിറ്റ വൺസ് അഗെയിൻ ബെഞ്ചിൽ വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. വാട്ട് എ ഫുട്ബോളർ മാൻ. അങ്ങനെ ആ ക്യാപ്റ്റൻ സാമ്പാറിൻ്റെയൊക്കെ ധരിക്കുന്നു. ഈ ക്യാപ്റ്റൻ
ഒരു സിനാരിയോയിൽ റെഫറിയുമായിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ ലുക്കിറ്റ് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ക്യാപ്റ്റനാണ്, എനിക്ക് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് കാണുന്നുണ്ടായിരുന്നത്. കാരണം റെഫറി കേൾക്കുന്നുണ്ടായിരുന്നില്ല, ലുക്കിറ്റോട് മിണ്ടരുതെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. എന്താണത്, എന്ത് റെഫറിയും കാണുന്നത്. അപ്പോൾ എന്തായാലും ലുക്കിറ്റ് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലുക്കിറ്റ് വന്നുള്ള സിനാരിയോയിൽ ഫെഡെ ആ ഒരു റൈറ്റ് ബാക്കായിട്ട് നീങ്ങുന്നു, അങ്ങനെ ചൊമേനിയും ലുക്കിറ്റയുമാണ് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത്. ലുക്കിറ്റ പിന്നെ ഈ ബിൽഡപ്പ് ഫേസിൽ റയൽ മാഡ്രിഡിനെ സഹായിക്കാനായിട്ട് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് ബോൾ പിന്നെ പാസ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും സ്പ്രേ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ രീതിയിലൂടെ റയൽ മാഡ്രിഡ് ഗോൾ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്താണ് ഇങ്ങനെ ലുക്കിറ്റ വരുന്നു, പക്ഷേ ഉടനെ തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് മറ്റൊരു ഗോൾ കൂടി കൺസീഡ് ചെയ്യണം. അപ്പോൾ അതൊരു ഫ്രീക്ക് ഗോളാണ്. അത് അഗെയിൻ റൈറ്റ് വിങ്ങിലൂടെ ഹമാരി ട്രയോറെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോസിരാഡ്. അപ്പോൾ ആൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, ആളുടെ ഫസ്റ്റ് ടച്ച് എങ്ങാനുമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ റൈറ്റ് സൈഡിലൂടെ ഡിഫൻസിൽ നിന്ന് മുമ്പോട്ടേക്ക് അവർ മൂവ് ചെയ്ത് വരുന്നു. അത് ലുക്കിറ്റ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഈ കൂബോയിലേക്ക് കൊടുത്തിട്ടുള്ള പാസ്, പക്ഷേ അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കൂബോയിലേക്ക് തന്നെ എത്തുന്നു. കൂബോ വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതുമായിട്ട് ബോക്സിലേക്ക് പോകുന്നു. അതിൻ്റെ ഗ്രേറ്റ് കമ്പോഷനും കാര്യങ്ങളും നമ്മൾ കാണുകയാണ്. ആ ഒരു സഡൻ ബ്രേക്ക് ഇട്ടിട്ട് നിൽക്കുന്നു, എന്നിട്ട് ഒയർസബാലിനെ പിക്ക് ചെയ്യണം, ആ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. ഒയർസബാലിൻ്റെ അറ്റംപ്റ്റ് ഷോട്ട് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഷോട്ട് നമ്മുടെ അലാബിൽ തട്ടിയിട്ട് വലയിലേക്ക് പോവുകയാണ്. കീപ്പർ അംശോളം ഒന്നും ഇവിടെ ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു സംഭവമാണത്. അപ്പം അങ്ങനെ 3-1 എന്നുള്ള നിലയിലേക്ക് സ്കോർ മാറുന്നു. ഫ്രീ ഗോളാണ് അവിടെ. എന്താ പറയുക, അൺലക്കിയാണ് റയൽ അംശോളം വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അവിടെ ഡിഫെൻഡിങ് മോശമാണ്. അഗെയിൻ ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ അവർ മൂവ് ചെയ്തിട്ടുള്ള രീതി അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല റയലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ 3-1, അതായത് അഗ്രിഗേറ്റ് സ്കോർ 3-2. റയൽ സോസിഡാഡിൻ്റെ ഫാൻസൊക്കെ ആ ഒരു സിനാരിയോയിൽ നടക്കുമോ എന്നുള്ളൊരു തോന്നൽ വന്നിരിക്കുകയാണ്. പക്ഷേ നടക്കൂല. അതാണ്, ഇത് സാന്റിയാഗോ ബെർണബു ആണ് അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഉടനെ തന്നെ റിയാക്ഷൻ നമ്മൾ കാണുകയാണ്. അതാണ്, അത് വല്ലാത്തൊരു സംഭവമാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. ആ റിയാക്ഷൻ കാഴ്ചവെക്കാനുള്ള അവരുടെ ഒരു കഴിവുണ്ടല്ലോ. അതായത് സ്കോർ ബോർഡിൽ അവർ പുറകിലാണ്, ഓക്കെ, ഇനി അധികം സമയം ബാക്കിയില്ല, ഓക്കെ, നോ പ്രോബ്ലം. വിനി ജൂനിയർ മാജിക് കണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ലുക്കിറ്റ വിനി ജൂനിയർ പാസ് കൊടുക്കുന്നു. വിനി ജൂനിയർ ആ ഒരു പിന്നെ എന്താ പറയുക ടച്ച് ലൈൻ്റെ അടുത്ത് ബോൾ റിസീവ് ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ ഈ ഹമാരി ഡ്രൈവർ എന്ന് പറയുന്ന പ്ലെയറിനെ ബീറ്റ് ചെയ്തുള്ള രീതി ഉണ്ടല്ലോ, ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ഡമ്മി സാധനം അങ്ങനെ ആളവിടെ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ വിനി അങ്ങോട്ട് പറക്കാണ് ലെഫ്റ്റ് വിങ്ങിലൂടെ. മറ്റൊരു താരം അദ്ദേഹത്തെ തടയാൻ വരുന്നു, നോ രക്ഷ. അദ്ദേഹത്തെയും ടേക്ക് ഓൺ ചെയ്ത് പോകുന്നു. ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ക്രോസ് കൊടുക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ജൂഡ് ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂഡിൻ്റെ വോളി ഫിനിഷ്. അങ്ങനെ ജൂഡ് തിരിച്ച് നടക്കുകയാണ്. അതാണ് കാരണം ദൗത്യം തീർന്നിട്ടില്ല എന്നുള്ള ആൾക്കറിയാം. അങ്ങനെ ആ ഒരു ഹാഫിൻ്റെ അടുത്തേക്ക് തിരിച്ച് നടക്കുന്നു. പക്ഷേ വാട്ട് എ റിയാക്ഷൻ മാൻ, ഒരു രക്ഷയില്ല ഈ ക്ലബ്ബ്, എൻ്റെ പൊന്നോ. അങ്ങനെ അത് കഴിയുന്നു. പിന്നെ 84ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി വിനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലുക്കിറ്റഡ് അഗെയിൻ ആ ഒരു ഡീപ്പ് ഏരിയയിൽ നിന്ന് ഹാഫിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾ. അവിടെ 2 റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷേ വിനി ജൂനിയർ ഡീപ്പ് റണ്ണാണ് നടത്തിയിരുന്നത്, ആൾ ഓഫ് സൈഡ് അല്ല. അപ്പോൾ പിന്നെ റയൽ സോസിഡാഡ് പ്ലേയേഴ്സ് വിചാരിക്കുന്ന ഓഫ് സൈഡ് ആണെന്നുള്ളതാണ്. അല്ല, ആൾ ബോക്സിലേക്ക് എത്തുന്നു. ആൾ ബ്യൂട്ടിഫുള്ളായിട്ട് പിന്നെ കീപ്പറിനെ റൗണ്ട് ചെയ്തിട്ട് ഗോൾ അടിക്കാനുള്ള ശ്രമം നടത്തി കീപ്പർ സേവ് ചെയ്യുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് അവിടെ ക്ലിയർ ചെയ്ത് കളയുന്ന നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ വിനി അത് ഫിനിഷ് ചെയ്യണമായിരുന്നു. കാരണം അമ്മാതിരി ബോളാണ് ലുക്കിറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിനി അത് ഫിനിഷ് ചെയ്യണമായിരുന്നു. അവിടെ അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ കോർണർ, അത് കോർണറാണ് കലാശിനായിരുന്നത്. ആ കോർണർ ബോക്സിലേക്ക് വരുമ്പോൾ ചൊമേനി ഹെഡ് ചെയ്യുന്നു. കീപ്പർ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹം സേവ് ചെയ്യണം. നേരെ അദ്ദേഹത്തിൻ്റെ പിന്നെ നേരേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൽ തട്ടിയിട്ട് അത് വലയിലേക്ക് പോകുന്നു. അങ്ങനെ എന്താണ് റയലിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ പുറത്താകാൻ സാധ്യതയുണ്ടായിരുന്നൊരു ഘട്ടത്തിൽ നിന്ന് എന്താണ് 90 മിനിറ്റിൽ തന്നെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ഒരു സിനാരിയിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷെ അവിടെയും മത്സരം കഴിയുന്നില്ല എന്നുള്ളതാണ്. 7 മിനിറ്റ് അങ്ങനെ ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. ഇഞ്ചുറി ടൈം തുടങ്ങി 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു കമങ്കയുടെ ഏരിയ ഉണ്ടല്ലോ, അതായത് ഇവരുടെ റൈറ്റ് ഏരിയയിൽ ഡീപ്പായിട്ട് ഒരു നല്ലൊരു ബോൾ കൊടുക്കുന്നു. അതിലേക്ക് കൂബ് ഓടിപ്പോകുന്നു. അവിടെ കമങ്കയുടെ പൊസിഷനിങ് ഒരു ഹൈലൈൻ പോലെയാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്താണ്, കമങ്ക അവിടെ ഒരു നാസ്റ്റി ചാലഞ്ച് നടത്തുന്നു. ഒരു വളരെ നാസ്റ്റി ചാലഞ്ചാണ്. അവിടെ ഫൗൾ കൺസീഡ് ചെയ്യുന്നു. ആ കോർണർ ഫ്ലാഗിൻ്റെ കുറച്ച് പുറത്തായിട്ട് ഫൗൾ കൺസീഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ബോൾ ബോക്സിലേക്ക് വരുന്നു. ലുനിൻ അദ്ദേഹത്തിന് അത് തട്ടിമാറ്റാൻ സാധിക്കുന്നില്ല. അലാബയുടെ ഡിഫെൻഡിങ് മോശമാണ്. മൊത്തത്തിലുള്ള റയൽ മാഡ്രിഡിൻ്റെ പൊസിഷനിങ് മോശമാണ്. അവരുടെ മാർക്കിംഗ് മോശമാണ്. ഒയർസബാലെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. വീണ്ടും എന്താണ് അഗ്രിഗേറ്റ് സ്കോർ 4-4 എന്നുള്ള നിലയിലേക്കാക്കുന്നു. സോസിഡാഡ് 90 മിനിറ്റിൽ 4-3 എന്നുള്ള സ്കോർ ലൈനിൽ സാന്റിയാഗോ ബെർണബേയിൽ റയൽ മാഡ്രിഡിനെ എന്താ പറയുക എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുമ്പോൾ റയലിനെ സംബന്ധിച്ചോളം ടോണി റൂഡിഗറിനെ കൊണ്ടുവരുന്നു.
അതേപോലെ തന്നെ കമോങ്കിയെ മാറ്റിയിട്ട് ഫ്രാങ്ക് ഗാർസിയെ കൊണ്ടുവരുന്നു. കമോങ്കിയെ സംബന്ധിച്ചോളം ഇടങ്ങറായിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. ഫ്രാങ്ക് ഗാർസിയ വരുന്നു, ടോണി റൂഡിഗർ വരുന്നു. അപ്പോൾ ഇവരൊക്കെ ഡിഫറൻസ് മേക്കേഴ്സാണ് നമുക്കറിയുന്നതാണ്. പ്രത്യേകിച്ച് ടോണി റൂഡിഗറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി തന്നെ ടോപ്പ് ക്ലാസ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ചങ്ങായനെ വിന്നിംഗ് ഗോൾ അടിച്ചു, അത് വേറെ കാര്യം. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ പിന്നെ സൊസൈറ്റിയോളം 2 പ്രതികളായിട്ട് 30 മിനിറ്റ് ഒറ്റ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളൂ. ഒരു അറ്റംപ്റ്റ് സൂക്ഷിച്ച ഒരു അറ്റംപ്റ്റ് മാത്രം. പിന്നെ റയൽ മാഡ്രിഡ് ഡോമിനേറ്റ് ചെയ്തിരുന്നു. പിന്നെ ആ വിന്നിംഗ് ഗോൾ റയൽ മാഡ്രിഡ് തന്നെ കണ്ടെത്തുന്ന രീതിയിൽ തന്നെ അവർ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ അറ്റംപ്റ്റുകൾ നടത്തി. എംബാപ്പയുടെ കുറച്ച് അറ്റംപ്റ്റുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. വിനി ജൂനിയറിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സൊസൈറ്റി എടുത്ത് റോഡ്രിഗോ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാ ടൈം തുടങ്ങിയ സാഹചര്യത്തിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി റയൽ മാഡ്രിഡ് കിട്ടിയിരുന്നു. അങ്ങനെ എംബാപ്പെ പിന്നെ വിനിയെ പിക്കുന്നു. വിനിയുടെ സൈഡ് നെറ്റിംഗാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ ഫെഡെ എംബാപ്പെ പിക്ക് ചെയ്തിട്ടുള്ളൊരു അവസരത്തിലുള്ള എംബാപ്പയുടെ ഷോട്ട് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. പിന്നെ 115ാമത്തെ മിനിറ്റിലാണ് കോർണർ റയൽ മാഡ്രിഡ് വിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ഗുലേറിനെയും അതേപോലെ തന്നെ ബ്രഹീമിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, 1 ലൈനറിൽ ഈ ബെഞ്ചിൽ നിന്നുള്ള ക്വാളിറ്റിയാണ് പിന്നെ ഡിഫറൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ. നമ്മുടെ ചൊമേനി ഡിഫൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുലേറാണ് ഈ കോർണർ എടുക്കുന്നത്. ഗുലേർ നല്ലൊരു ഡെലിവറി. പക്ഷേ അവിടെയുള്ള ടോണി റൂഡിഗറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, അതൊരു വേൾഡ് ക്ലാസ് മൂവ്മെൻറ്റാണ്. അദ്ദേഹം ഗോൾ കീപ്പറിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഓടിയിട്ടത് ആ ഒരു നിയർ പോസ്റ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ആ ബോളിലേക്ക് കൃത്യമായിട്ടും അദ്ദേഹം ബ്യൂട്ടിഫുള്ളായിട്ട് ഹെഡ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കാണാൻ സാധിച്ചു. വാട്ട് എ ഗോൾ മാൻ, വാട്ട് എ ഗോൾ. അതായത് ടോണി റൂഡിഗർ ഒരു രക്ഷയില്ല. അതുകൊണ്ട് സാന്റിയാഗോ ബെർണബേയുവിനായിട്ട് ഇറപ്റ്റ് ചെയ്തു. അങ്ങനെ 4-4 എന്നുള്ള നിലയിൽ പിന്നെ മത്സരം കൊണ്ട് സി ഔട്ട് ചെയ്തു. 5-4 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോർ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, കൺസേണുകൾ ഉണ്ട് റയലിൻ്റെ പെർഫോമൻസിൽ ഉണ്ട്. പക്ഷേ എന്താണ്, അവിടെയുള്ള പ്ലേയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി അത് രക്ഷയില്ല എന്നുള്ളതാണ്. മൊമെൻറ്റ്സിൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അനവധി പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ബെഞ്ചിൽ നിന്നും അത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് കാർലോ അൻചെലോട്ടിക്ക്. പിന്നെ ഒബ്വിയസ്ലി ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ളതും നമുക്കറിയുന്നതാണ്. അതും ഈ റൈറ്റ് ബാക്ക് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നമുള്ളൊരു ഏരിയയാണ് ആ ഒരു ഫുൾ ബാക്ക് ഏരിയകൾ. എന്തായാലും ആ സംബന്ധിച്ചോളം ഈ റയൽ മാഡ്രിഡിൻ്റെ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിലുള്ള ഈ പ്രശ്നം അത് അവരെന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ബിഗ് ചാമ്പ്യൻസ് ലീഗ് രാത്രികൾ വരുമ്പോൾ റയൽ മാഡ്രിഡ് എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വൾണറബിലിറ്റീസും പ്രശ്നങ്ങളും കൺസേണുകളൊക്കെ ഉണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് ഒരു വല്ലാത്തൊരു ക്ലബ്ബാണ്. അപ്പോൾ എന്തായാലും അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ കപ്പടിക്കുക എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഹംഗ്രി ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ്. ഇപ്പോൾ എംബാപ്പയ്ക്കൊക്കെ എല്ലാം ഈ ക്ലബ്ബിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗാം, ഫെഡെ വാൽവെർദെ, ലുക്കിറ്റ 39 വയസ്സായിട്ടും ചെങ്ങായിക്ക് മടുത്തിട്ടില്ല. ജയിച്ച് പണ്ടറങ്ങി ചെങ്ങായാണ്, മടുത്തിട്ടില്ല. അതാണ്. അപ്പോൾ മടുപ്പ് വരില്ല. അങ്ങനത്തെ മെൻറ്റാലിറ്റിയുള്ള പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെ ഡോൺ കാർലോൻ്റെ മകൻ പിടിച്ചു മാറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫ്രസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു ചില അവസരങ്ങൾ, ചില ഡിസിഷൻസൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്കെന്താണ് രാത്രി ബാഴ്സലോണയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനുള്ള സെക്കൻഡ് ലെഗ് കാണണം. അപ്പോൾ എന്താണ് ഫൈനലിൽ ഉണ്ടാവുക? ക്ലാസിക്കോ ആണോ, ഡാർബി ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.